ഒരു ചോദ്യം ചോദിക്കാം. 90 × 34 എത്രയാണെന്ന് അറിയാം? കണക്കാലത്ത് എന്റെ അടുത്ത് തന്നെ ചോദിക്കണം. 90 × 34 എത്ര ഉത്തരം? 90 × 34 എത്രയാണെന്ന് അറിയാം? 90 × 34. 90 × 34. അറിയോ? അറൗണ്ട് 300 ആണോ? അറൗണ്ട് 300. കറക്റ്റ് ആൻസർ അറിയോ? 316 ആണോ? 90 × 34. 90 × 34. ലാസ്റ്റ് ഒന്ന് പറയടാ. 90 × 34 കിട്ടും. ശരി, മാക്സ് എന്നാണ്. 90 × 34. ഇല്ല. 34 എന്നല്ല, ഏതൊരു സംഖ്യേനെയും 90 കൊണ്ട് ഗുണിക്കാനുള്ള ഒരു അടിപൊളി ട്രിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. നിങ്ങൾ ആദ്യം ചോദിച്ച 34 ഗുണിക്കണം 90. അതിൻ്റെ ഉത്തരം കണ്ടുപിടിച്ചാലോ? നമ്മളൊന്നുമില്ലടാ, ഏറ്റവും അവസാനം, ഉത്തരത്തിൻ്റെ ഏറ്റവും അവസാനം നമ്മളൊരു 0 ചേർക്കും. ഇവിടെ ഒരു 0 ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ഉത്തരത്തിൻ്റെ അവസാനം ഒരു 0 ചേർക്കും. ഓക്കെ ആണോ? പിന്നെ ഇവിടെ 34ൻ്റെ ലാസ്റ്റ് കിടക്കുന്ന ആൾ, അല്ലെങ്കിൽ യൂണിറ്റ് പ്ലേസിലുള്ള ആൾ, ഒറ്റയുടെ സ്ഥാനത്തുള്ള ആൾ ആരാ? 4 ആണ്. 4 10 ആകാൻ 4ൻ്റെ കൂടെ എത്ര കൂട്ടണം? അല്ലെങ്കിൽ 10-ൽ നിന്ന് 4 കുറച്ചാൽ ഉത്തരം എത്രയാ? നമുക്കറിയാം അല്ലേ? എത്രയാ? 6. ഇനി ഒറ്റ സ്റ്റെപ്പും കൂടി ചെയ്യാനുള്ളൂ. എന്താ? 4-ന് മുന്നേ കിടക്കുന്ന ആൾ ആരാ? 3 ആണ്. 4-ന് മുമ്പ് എത്ര പേരുണ്ടെങ്കിലും നമ്മൾ അയാളെ എടുക്കും. ഇവിടെ ഒരാളേ ഉള്ളൂ, 3 മാത്രമേ ഉള്ളൂ. നമ്മൾ എണ്ണാനും ഉപയോഗിക്കില്ലടാ കുറച്ച് സംഖ്യകൾ, എണ്ണൽ സംഖ്യകൾ എന്ന് അതിനെ പറയും. 1 2 3 4 5 6 അങ്ങനെ പോകും അല്ലേ? അതിൽ 3 കഴിഞ്ഞാൽ അടുത്ത് വരുന്ന എണ്ണൽ സംഖ്യ എത്രയാ? നമുക്കറിയാം. 3 കഴിഞ്ഞാൽ അടുത്ത ആൾ 4 ആണ്. ആ 4-നെ ഈ മൊത്തം സംഖ്യയിൽ നിന്ന് കുറയ്ക്കും. അതായത് 3 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യേനെ 34 എന്ന് പറയുന്ന മൊത്തം സംഖ്യയിൽ നിന്ന് കുറയ്ക്കും. 34 നിന്ന് 4 കുറച്ചാൽ നമുക്കറിയാം 30. സോ 34 ഗുണിക്കണം 90ൻ്റെ ഉത്തരം 30 60. എളുപ്പമല്ലടാ? ഒരെണ്ണം കൂടി. ഞാനിവിടെ 2 അക്കല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഇനി 3 അക്ക ആണെങ്കിൽ എത്ര വരും? നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും. നോക്കാം. നോക്കൂ, 90 ആണ്. നമ്മൾ ലാസ്റ്റ് ഒരു 0 ഇട്ടു. ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 10 ആകാൻ, ഇവിടെ 6 ആണ്. 6 10 ആകാൻ എത്ര വേണം നമ്മൾ നോക്കി. 6 10 ആകാൻ 4 വേണം. നമ്മളത് എഴുതി. നോക്കൂ, ഒറ്റയുടെ സ്ഥാനം കഴിഞ്ഞ് വരുന്ന ആളാരാ? ഇവിടെ ഒറ്റയുടെ സ്ഥാനം കഴിഞ്ഞിട്ട് 2 ആളുകളുണ്ട്. 25. 25-ന് നമ്മൾ എടുത്തു. 25 കഴിഞ്ഞ് വരുന്ന എണ്ണൽ സംഖ്യ ഏതാണ് നോക്കി. 25 കഴിഞ്ഞാൽ 26 ആണെന്ന് എല്ലാവർക്കും അറിയാം. 25 കഴിഞ്ഞാൽ 26. ആ 26-നെ നമ്മൾ ഈ മൊത്ത സംഖ്യ 256 എന്ന് പറയുന്ന മുഴുവൻ സംഖ്യയിൽ നിന്ന് കുറയ്ക്കും. 256-ൽ നിന്ന് 26 കുറച്ചാൽ എത്രയാണ്? 6-ൽ നിന്ന് 6 പോയാൽ 0, 5-ൽ നിന്ന് 2 പോയാൽ 3, ബാക്കിയൊരു 2. ഉത്തരം 230. ഉത്തരമായി. ഒരു കണക്കും കൂടി, ഒരു 4 അക്ക സംഖ്യ കൂടി ഞാൻ എഴുതിയിട്ടുണ്ട്. നോക്കാം. എന്താണ്? അവസാനം ഒരു 0 ചേർത്തു. ഒറ്റയുടെ സ്ഥാനത്ത് അക്കം 5 ആണ്. 5 10 ആകാൻ നമുക്കറിയാം. 5 10 ആകാൻ 5 കൂടി ചേർക്കണം. ഇവിടെ 789 ആണ് ബാക്കി സംഖ്യ അല്ലേ? 789 കഴിഞ്ഞാൽ എത്രയാ? നമുക്കറിയില്ലേ? 789 കഴിഞ്ഞാൽ 790. നമ്മൾ എഴുതി 790. മുഴുവൻ സംഖ്യയിൽ നിന്ന് കുറച്ചു. 5-ൽ നിന്ന് 0 പോയാൽ 5 തന്നെ. 9-ൽ നിന്ന് 9 പോയാൽ 0. 8-ൽ നിന്ന് 7 പോയാൽ 1, ബാക്കി ഒരു 7. 7 1 0 5. നമ്മൾ അതും കൂടി എഴുതി. 7 1 0 5. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. ഈ ട്രിക്ക് മനസ്സിലായെങ്കിൽ 437 ഗുണിക്കണം 90 ഉത്തരം പെട്ടെന്ന് കമൻറ്റ് ചെയ്യണേ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.